നമസ്കാരം. മലയാള ചലച്ചിത്ര ലോകത്തെ ചിരിയുടെ തമ്പുരാൻ സലിംകുമാർ യാത്രയായിരിക്കുന്നു. അസാമാന്യമായ അഭിനയ വൈഭവം കൊണ്ട് ജനമനസ്സുകൾ ഇടം നേടിയ അദ്ദേഹം ചലച്ചിത്രവേദിക്ക് പുറത്ത് തന്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ കാണിച്ച ആർജവം കൊണ്ട് സമകാലികരിൽ നിന്നും എക്കാലത്തും വേറിട്ടു നിന്ന വ്യക്തിയാണ്. താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് ഏറെ ആത്മാഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന സലിംകുമാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനുമായി അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്ന ആഴത്തിലുള്ള സൗഹൃദവും ആത്മബന്ധവും രാഷ്ട്രീയ കളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ആഗ്രഹിച്ചതുമായ വ്യക്തികളിൽ ഒരാളായിരുന്നു സലിംകുമാർ. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF അധികാരത്തിൽ വരുമെന്നും വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയാകുമെന്നും സലിംകുമാർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. തന്റെ അഭിമുഖം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോടെല്ലാം അദ്ദേഹം അടുത്ത ധനമന്ത്രി പറവൂരിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വർഷം UDF അധികാരം ലഭിച്ചില്ലെങ്കിലും സതീശനുമായി അദ്ദേഹത്തിന്റെ സൗഹൃദം വീണ്ടും തുടർന്ന് പ്രതിപക്ഷ നേതാവായി മാറിയ വി ഡി സതീശൻ ഒടുവിൽ 2026 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ അത് കാണാൻ സലിംകുമാറിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു സാഫല്യമായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം ഇരുവരും തമ്മിൽ കാത്തുസൂക്ഷിച്ച ആഴത്തിലുള്ള ചങ്ങാത്തം വളരെ പ്രശസ്തമായിരുന്നു. വനവാസത്തിന് പോകാൻ നിന്നവനെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരുപറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണെന്ന് നമ്മൾ കാണുന്ന വി ഡി സതീശൻ എന്ന സലിംകുമാറിന്റെ വാക്കുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം പറവൂർ പൗരാവലി നൽകിയ ഭീമമായ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹം കേരളത്തിന് പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ സമ്മാനിക്കാൻ പറവൂരുകാർക്ക് കഴിഞ്ഞതിൽ തനിക്കുള്ള വലിയ അഭിമാനം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഏറെ ആഗ്രഹിക്കുകയും ആ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട 2 വ്യക്തികളാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. മുൻ MP KP ധനപാലന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സലിംകുമാറും യാത്രയാകുന്നത്. സലിംകുമാറിന്റെ വിയോഗത്തെ തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അതിവൈകാരികമായൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ചിരിയുടെ മണവാളൻ മാത്രമായിരുന്നില്ല എനിക്ക് സലിംകുമാർ. അയാളും ഞാനും തമ്മിൽ അതിതീവ്രമായൊരു ആത്മബന്ധമുണ്ട്. എൻ്റെ നാടിൻ്റെ അഭിമാനമായ ഒരാൾ, എനിക്കൊരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് അല്പം പോലും ഓർക്കാതെ രാഷ്ട്രീയ നിലപാടിൻ്റെ ദൃഢത ആവർത്തിച്ച് പറയുന്ന ഒരാൾ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ആരെയും ഭയക്കാതിരുന്ന ധീരനായ കലാകാരൻ, എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അവകാശം പോലെ പിടിച്ചു വാങ്ങിയ സലിംകുമാർ പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേൽ സന്തോഷിച്ച കൂടപ്പിറപ്പ്. ഹാസ്യം മാത്രമല്ല, എന്തും തനിക്ക് വഴങ്ങുമെന്ന് പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ പല തലങ്ങളിലും വഴികളിലും സലിംകുമാർ ലോകോത്തര നിലവാരം കാട്ടി. ഒരു മുഖം കൊണ്ട് ചിരി പകരുമ്പോൾ മറുഭാഗത്ത് കണ്ണീരിന്റെ നനവ് ഹൃദയത്തിലേക്ക് പകരുകയായിരുന്നു സലിംകുമാർ. മലയാള സിനിമയ്ക്ക് ഒരു പ്രതിഭാശാലിയെയും എനിക്കെൻ്റെ കൂടപ്പിറപ്പിനെയും നഷ്ടമായി, സലിംകുമാറിന് വിട എന്നതായിരുന്നു അതിവൈകാരികമായ കുറിപ്പ്. എന്തായാലും അടിമുടി കോൺഗ്രസ്സുകാരനായിരുന്നു സലിംകുമാർ. ഏറ്റവും ഒടുക്കം വി ഡി സതീശൻ പറവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമെന്നും കേരളത്തിൽ കോൺഗ്രസ് തിരികെ അധികാരത്തിലെത്തുമെന്നും ഏറെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുക്കം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പട്ടാഭിഷേകം നടത്തിയത് കണ്ടതിനു ശേഷമാണ് സലിംകുമാറിന്റെ വിടവാങ്ങൽ.